ഹായ് ഓൾ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ് CUET. നിങ്ങളുടെ CUET എക്സാമുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പറയാൻ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ CUET നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ യൂണിവേഴ്സിറ്റികൾ ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് യൂണിവേഴ്സിറ്റി എന്ന ഓപ്ഷൻ കാണാം. നമ്മൾ പലരും എഡിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ദിവസം കഴിഞ്ഞു, നമ്മുടെ പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ടെൻഷനിലായിരിക്കും പല ആളുകളും അല്ലേ. അപ്പോൾ നിങ്ങൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഇപ്പോഴും ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ യൂണിവേഴ്സിറ്റികളും കോഴ്സും അതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുക ആ യൂണിവേഴ്സിറ്റി കൊള്ളാമല്ലോ, അവിടെ ഈ കോഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഐക്കറൊക്കെ വളരെ അടുത്താണ് പല അപ്ഡേറ്റും അതിൽ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനിയും ആഡ് ചെയ്യാം. അഗ്രികൾച്ചറൊക്കെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ വിദ്യാർത്ഥികളോടാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാത്തെയും ബാക്കി ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എത്ര യൂണിവേഴ്സിറ്റി നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് താഴെ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ മെയിൻ ഹോമിൽ തന്നെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് എന്ത് കാണാം, ആഡ് യൂണിവേഴ്സിറ്റി എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക, നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യുക, ആഡ് യൂണിവേഴ്സിറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കും നമ്മുടെ ഈ CUETയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ആളുകൾ. വേഗം അവരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് CUETയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെയ്തതിലോ അല്ലെങ്കിൽ എക്സാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം, ഒരു മടിയും വേണ്ട, നേരെ ഈ വീഡിയോന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഓരോ ഡൗട്ടുകൾ നമ്മൾ എന്ത് ചെയ്യും, എടുത്ത് അതിനുള്ള മറുപടി അല്ലെങ്കിൽ അതിൻ്റെ മറുപടി ആയിട്ടുള്ള ആൻസർ നിങ്ങൾ നൽകിയിരിക്കും. സോ ഈ വീഡിയോ നിങ്ങളുടെ നിർബന്ധമായി നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നമുക്ക് എന്തുണ്ട്, യൂണിവേഴ്സിറ്റികളും നമ്മുടെ കോഴ്സുകളും ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി പറയാൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പല യൂണിവേഴ്സിറ്റികളും, അതായത് ഇപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി നമ്മൾ സെലക്ട് ചെയ്യുക, ആ യൂണിവേഴ്സിറ്റി നമ്മൾ CUETയിൽ ആ യൂണിവേഴ്സിറ്റി എനിക്ക് ഇന്ന കോഴ്സ് വേണം എന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ CUET എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാർക്കൊക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ യൂണിവേഴ്സിറ്റിക്കാർ പറയും നിങ്ങൾ CUET ഞങ്ങളെ കോളേജ് സെലക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഈ കോളേജിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം വരുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് ആഡ് ചെയ്യുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട. ഏതൊക്കെ കോളേജുകൾ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ കോളേജൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. റെഡി? അപ്പോൾ ഇത് വെറുതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു അലസമാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിനെ അത് ബാധിക്കും. അപ്പോൾ ഇനിയും കോളേജുകൾ ആഡ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ ഇനിയുണ്ടോ ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി നിങ്ങൾ റീചെക്ക് ചെയ്യുക. അതുപോലെ മെയ് 8-ാം തീയതി വരെ ഇതിൻ്റെ അവസാന സമയം, ഈ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഉപയോഗപ്പെടുത്താം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.